ഗ്രാവിറ്റേഷണൽ വേവ്സ് അദൃശ്യവും പ്രകാശത്തിന്റെ വേഗതയുമുണ്ട് വൈക്ക്. ഇവയുടെ സഞ്ചാരപഥത്തിലുള്ള എന്തിനേയും ഈ വേവ്സ് കംപ്രസ് ചെയ്യുകയോ വലിച്ചു നീട്ടുകയോ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ പോലെയുള്ള രണ്ട് ബോഡികൾ പരസ്പരം ഓർബിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ സംഭവിക്കുന്നുണ്ടെന്ന്. ഇത്തരത്തിലുള്ള ചലനം ബഹിരാകാശത്ത് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ കുളത്തിൽ രൂപപ്പെടുന്ന അലകൾ പോലെ. സയന്റിസ്റ്റുകൾ ഇതിനെ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് വിളിക്കുന്നു. ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുമ്പോഴോ, രണ്ട് വലിയ സ്റ്റാർസ് പരസ്പരം ഓർബിറ്റ് ചെയ്യുമ്പോഴോ, രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ ഓർബിറ്റ് ചെയ്യുമ്പോഴും അവ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാവുന്നു. 2015 ആദ്യമായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ സയന്റിസ്റ്റുകൾ ലിഗോ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്തു. രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ ക്രാഷ് ആയപ്പോഴാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടായത്. 1.3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊളിഷൻ നടന്നതെങ്കിലും അത് ഭൂമിയിലെത്തിയപ്പോൾ 2015 ആയി. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.